സി ഗൈസ്, മിന്നുട്ടി അതിരാവിലെ എണീറ്റ് അങ്കിളിന്റെ കൂടെ കൂടിയിരിക്കുകയാണ്. ഇതാ സുഹൃത്തുക്കളെ നോക്കൂ. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഉദംപൂരിലാണ്. ഉദംപൂരിലെ ഒരു തണുപ്പുള്ള പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാർത്ഥന സുനിൽ, ഇവിടെ മിന്നുട്ടി എന്ന് വിളിക്കും. ഈ മിന്നുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടായിരുന്നു. പലവരും വിദ്യാസിക്കുമ്പോൾ ബ്ലോഗിൽ പ്രധാനമായി ഈ മിന്നുട്ടി പല പ്രാവശ്യം വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് എന്റെ വൈഫ് അംബിക ആൻഡ് രാജേഷ്. രാജേഷ് ഇപ്പോൾ എഴുന്നേറ്റോളൂ. എങ്ങനെയുണ്ട് തണുപ്പ് ഇവിടുത്തെ ഉദംപൂരിലെ ആദ്യത്തെ ദിവസത്തെ പ്രഭാതമാണ്? എങ്ങനെയുണ്ട് രാജേഷ് തണുപ്പ് എന്ന് പറഞ്ഞോളൂ. മീഡിയം തണുപ്പാണ്. തണുപ്പ് എന്ന് പറയാൻ പുറത്താണെങ്കിൽ റൂമിലാണ് ചെറിയ തണുപ്പ്. പുറത്ത് ഇതിനായിട്ട് കുറച്ച് തണുപ്പ് കൂടുതലാണ്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. നല്ല രസമുണ്ട്. അങ്ങനെ രാജേഷ്, 7 ദിവസത്തെ കേരള ടു കാശ്മീർ റോഡ് ട്രിപ്പിന് ശേഷം 7 ദിവസം തുടർച്ചയായി നമ്മൾ യാത്ര ചെയ്യായിരുന്നു. ഇന്നലെ എങ്ങനെ സുഖമായി ഉറങ്ങാൻ പറ്റിയോ? എല്ലാ ക്ഷീണവും വേദന അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ്. അടുത്ത ഏകദേശം ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ്. ഏകദേശം നോർത്ത് ഈസ്റ്റിലേക്കായിരിക്കും അല്ലെ അടുത്ത ട്രിപ്പ്? ഓക്കെ. അംബിക ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ലോങ് ട്രിപ്പിലേക്ക് വന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ ലോങ് ട്രിപ്പ് അനുഭവം? 7 ദിവസം യാത്ര ചെയ്യാൻ പറ്റുമെന്ന് അംബിക ഇതുവരെ കരുതിയിരുന്നില്ല അല്ലെ? കാറിലായിരുന്നു യാത്ര ചെയ്തത്? ഇല്ല, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര യാത്ര ചെയ്യാൻ പറ്റുന്നത്. ദൈവം എന്നെ അനുഗ്രഹിച്ചു. ലിദ്യ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കിച്ചണിലെ തിരക്കുകളിലേക്ക് മുഴുകിയിരിക്കുകയാണ്. നോക്കൂ സുഹൃത്തുക്കളെ, എന്താണ് ലിദ്യ എന്ന് ഉണ്ടാക്കാൻ പോകുന്ന കറി? നമുക്ക് വിശേഷപ്പെട്ട 3 ഗസ്റ്റുകൾ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എന്താണ് ലിദ്യ ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് പറഞ്ഞോളൂ. ഇതെന്താണ് രാവിലെ തന്നെ ഉണ്ടാക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് നിങ്ങൾ റെഡിയാക്കാൻ പോകുന്നത്? കടലക്കറി. ഓക്കെ. കടലക്കറി പുട്ടുകൊണ്ടുണ്ട് ലിദ്യ എന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഗൈസ് നോക്കൂ, റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. ഇനി കുട്ടികൾ സ്കൂളിൽ പോകാൻ തയ്യാറാണ്. പൂജ അത് തന്നെ റെഡി ആയി കഴിഞ്ഞു. മുറിയുടെ പുറത്തുള്ള കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. നോക്കൂ, ഇതാണ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയുള്ള കാഴ്ചകൾ. അതിരാവിലത്തെ കാഴ്ചകളാണ്. തണുപ്പുള്ള പ്രഭാതമാണ്. കിളികളുടെ കളകളാരവമൊക്കെ കേൾക്കാം. നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് തന്നെ കാണാം. പാർക്ക് ചെയ്തിരിക്കുന്നത് റോഡിൻ്റെ അപ്പുറത്താണ്. മഞ്ഞിൽ പുതച്ചു നിൽക്കുകയാണ് വണ്ടി. മിന്നുട്ടി സ്കൂളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ വെറുതെ ഇരിക്കുമ്പോൾ മോളുടെ ടെറസിലേക്ക് വന്നിരിക്കുകയാണ്. ടെറസിൽ നിന്നുള്ള കാഴ്ചകൾ ഇതാണ്. ഇവിടെ നിന്ന് മലനിരകളൊക്കെ ദൂരെ കാണാം. ഉദംപൂർ സിറ്റിയുടെ ഒരു ദൂരക്കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. താഴെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. കുരങ്ങുകളൊക്കെ താഴെ കളിക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ഇവിടെ അടുത്ത് തന്നെയുള്ള ശ്രീ മഹാകാളി ടെമ്പിളിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്ററിനകത്താണ് അമ്പലം. അവിടത്തേക്ക് നടന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. വൈകുന്നേരത്തെ ഒരു ഈവനിങ് വാക്ക്, അതാണ് ഉദ്ദേശം.
അവിടുത്തെ ചായയുമായി അമ്പി വന്നിരിക്കുക. ഈ തണുപ്പുള്ള പ്രഭാതത്തിൽ ഒരു ചൂട് ചായയുടെ രുചി, ദാറ്റ് ഈസ് ഫാന്റാസ്റ്റിക്. ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കത്ര എന്ന സ്ഥലത്തുള്ള ശ്രീ മാതാ വൈഷ്ണോദേവി ടെമ്പിൾ ആണ്. ഇവിടുന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് കത്ര. ആ കത്രയിൽ നിന്ന് കാൽനടയായി സഞ്ചരിക്കേണ്ട ദൂരത്ത്, അതായത് 20 കിലോമീറ്റർ അകലെ മലമുകളിലുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ മാതാ വൈഷ്ണോദേവി ടെമ്പിൾ. വളരെയധികം ആളുകൾ രാത്രിയും പകലും അവിടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകദേശം 6 മണിക്കൂറോളം സമയം മുകളിലോട്ടും അവിടെ ചെലവഴിക്കാൻ ഏകദേശം 2 മണിക്കൂറും, തിരിച്ച് ഏകദേശം 4 മണിക്കൂറോളം സമയം താഴെ ഇറങ്ങുവാനും ആവശ്യമുണ്ടെന്നാണ് അവിടെ പറയുന്നത്. രാത്രിയും പകലും ഒരുപാട് ആളുകൾ മുകളിലോട്ട് താഴോട്ടുമായി എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ശബരിമലയുമായി ഏകദേശം സാമ്യമുള്ള ഒരു അമ്പലമുണ്ട്. ഇവിടുത്തെ ശബരിമല പോലെ തന്നെയാണ്. അത്രയ്ക്കും ഏറെക്കാലം ശ്രമിച്ചാൽ മാത്രമേ ഈ അമ്പലത്തിലേക്ക് ഈ ക്ഷേത്രം ഒന്ന് ദർശിക്കാൻ സാധ്യമാകുന്നു. ക്ഷേത്ര ദർശനത്തിന് തൊട്ടു മുമ്പായി ഒരു ഗുഹ അത് കടക്കാനുണ്ട്. ഒരിക്കലും ഒരാൾക്കും അത് കടക്കാൻ കഴിയില്ല എന്നായിരിക്കും അവിടെ എത്തുന്നവരെ ഉള്ള ചിന്ത. പക്ഷെ അത് കടന്നു കഴിഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു അനുഭവമായിരിക്കും. ഒരു പുനർജന്മം കിട്ടുന്ന പ്രതീതി അതായിരിക്കും. അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ഇന്ന് അവിടെ പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ കൂടെയുള്ള അമ്പിയക്ക് ഇത്രയും ദൂരം നടന്ന് തിരിച്ചു വരാൻ ഏകദേശം 20 കിലോമീറ്ററോളം കയറ്റം കയറി തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. അതുകൊണ്ട് ഒന്ന് കത്ര വരെ പോയി അവിടെ അതിന്റെ ഗേറ്റ് കവാടമുണ്ട്, അവിടുന്ന് പാസ് ആവശ്യമുണ്ട് അങ്ങോട്ട് കടക്കാൻ. ആ പാസ് കിട്ടുന്ന രീതി അതൊക്കെ പഠിച്ചൊന്ന് വരിക. പിന്നൊരു പ്രാവശ്യം അങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് അവിടെ വരെ പോവുക. അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് തിരിച്ചു വരാനുള്ള ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് അടുത്ത തിങ്കളാഴ്ച രാത്രിയാണ്. അതുവരെ താമസിക്കാൻ പറ്റുമെന്നില്ല. കൂടെയുള്ള മൂന്നാമതൊരാൾക്ക് നാട്ടിൽ ചില അത്യാവശ്യ കാര്യങ്ങളൊന്നും ഉണ്ട്, പെട്ടെന്ന് തിരിച്ചു കൊണ്ടുപോകുന്നതുകൊണ്ട് മിക്കവാറും അത് ക്യാൻസൽ ചെയ്ത് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിന് നാട്ടിലേക്ക് വരാനാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാതാ വൈഷ്ണോദേവി ടെമ്പിൾ കാണാനുള്ള ആഗ്രഹം പിന്നെ ഡെക്കിലേക്ക് മാറ്റി വെക്കേണ്ടി വരും. അതുപോലെ കത്ര ടു ശ്രീനഗർ വന്ദേ ഭാരത് മുകളിലോട്ടുള്ള യാത്ര, അതും കൂടിയായിരുന്നു നമ്മുടെ ഈ യാത്രയിൽ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ രാജേഷിന്റെ ചില അത്യാവശ്യ കാരണങ്ങൾക്ക് അതിന് ഒറ്റക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് മറ്റൊരു അവസരത്തിലേക്ക് മാറ്റി വയ്ക്കുന്നത്. ഇനി ഖത്രയിലേക്ക് നമ്മൾ പുറപ്പെട്ടതിന് ശേഷമുള്ള കാഴ്ചകൾ ഉടനെ തന്നെ നിങ്ങൾ കാണാവുന്നതാണ്. അതുവരെ ബൈ.